ഇപ്പോൾ സൺ ടി വിയുടെ പ്രതിനിധി ശ്രീ സന്തോഷ് വിവരങ്ങൾ നൽകും. ഒരിക്കൽ കൂടി നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ സന്തോഷ്, ഇപ്പോൾ നേരത്തെ സെന്തിൽ ബാലാജി ഒരു കണക്ക് ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത് 31 പേരുടെ മരണം സംബന്ധിച്ചുള്ള വിവരങ്ങളാണ് അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് പറഞ്ഞത്. പക്ഷേ തമിഴ് മാധ്യമങ്ങളൊക്കെ 40-ലധികം ആളുകൾ മരിച്ചു എന്ന കുറെ കൂടി ആശങ്കപ്പെടുത്തുന്ന കണക്ക് നൽകുന്നതായി വിവരങ്ങളുണ്ട്. എന്താണ് അവിടെ നിന്ന് താങ്കൾക്ക് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? അതായത് ഇപ്പൊ നമുക്ക് ഒഫീഷ്യലായിട്ട് കിട്ടിയിട്ടുള്ള വിവരം 31 പേര് തന്നെയാണ്. 62 പേർക്ക് ട്രീറ്റ്മെന്റ് പോയിട്ടിരിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരം പറയുന്നത്. ഇപ്പൊ അതിന്റെ കുറച്ച് സീരിയസ്നെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് കുറച്ചും കൂടി കൂടുതലായിട്ട് മെച്ചപ്പെട്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കാനുള്ള നിയന്ത്രണം ഇപ്പോൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി ഉള്ളത്. എന്താന്ന് വെച്ചാൽ കാലത്ത് തൊട്ട് എല്ലാ ജനങ്ങളും അവിടെ തടിച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഇവർക്ക് കൂടുതൽ ആൾക്കാർക്ക് വെള്ളം കുടിക്കാൻ കൂടി വെള്ളം കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് അവിടെ നിന്നിട്ടിരുന്നത്. അതാണ് ഈ പ്രശ്നത്തിന് ഇത്രയും ദൂരം ഇതാവാനുള്ള കാരണം എന്ന് ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പോൾ എന്താ വെച്ചാൽ ശരിക്കും പറഞ്ഞാൽ 4 മണിക്കൂർ 5 മണിക്കൂർ സമയം ലേറ്റ് ആയിട്ടാണ് ഇവര് വന്ന് ചേർന്നിട്ടുള്ളത്. അപ്പൊ ആ സമയത്ത് ഈ തിരക്കിൽ നിന്നിട്ടുന്ന ആൾക്കാർക്ക് ഒരു വെള്ളം കൂടി കുടിക്കാൻ പോവാത്ത ഒരു അവസ്ഥയിലാണ് അവിടെ നിന്നിട്ടിരുന്നത്. ഇപ്പോഴുള്ള സ്ഥിതിയിൽ ഈ നമുക്ക് ഒഫീഷ്യലായിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് 31 പേരാണ്. 62 പേര് ട്രീറ്റ്മെന്റിലുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ തമിഴ്നാട് മുഖ്യമന്ത്രി നാളെ കാലത്ത് കരൂർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു യോഗം വിളിച്ചിട്ടുണ്ടായിരുന്നു മറ്റുള്ള ഒഫീഷ്യലായിട്ടുള്ള അധികാരികളുടെ അടുത്ത് സംസാരിക്കാനും എന്തൊക്കെയാണ് നടന്നെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് ഒരു യോഗം വിളിച്ച് മീറ്റിംഗ് നടന്നിട്ടിരിക്കുന്നുണ്ട്. നാളെ കരൂർക്ക് വരുന്നുണ്ട്. അതേപോലെ ഡെപ്യൂട്ടി CM ഉദയനിധിയും അവിടേക്ക് നാളെ വരാനുള്ള ഒരു കരൂർക്ക് വരുന്നുണ്ട്. ഇപ്പോൾ സംബന്ധിച്ചത് വന്നിട്ട് ഒരു കൂടുതൽ തിരക്ക് ഒരു സ്ഥലത്ത് കൂടി നിന്നിട്ട് അവിടെ നിന്ന് പ്രശ്നങ്ങൾ കാരണമാണ് ഇത് നടന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ കരൂര് ഒരു ശോകമായിട്ടുള്ള ഒരു സംഭവമാണ് ഇത് നടന്നിരിക്കുന്നത്. ഈ അപകടത്തിന് ശേഷം വിജയ് ആ വേദിയിൽ നിന്ന് പോയി. ഇപ്പോൾ എവിടെയാണ് വിജയ് എന്നറിയില്ല. അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ വിശദീകരണമോ ഒന്നും കാണുന്നില്ല. അല്ലെങ്കിൽ സാധാരണ അവരുടെ ആ പാർട്ടിയുടെ വക്താക്കൾ ഇപ്പോൾ PRO എന്നൊക്കെ പറയാവുന്ന തരത്തിൽ അതിന്റെ സ്പോക്സ് പേഴ്സന്റെ ഒന്നും മറുപടി ഒന്നും കാണുന്നില്ല. പൊതുവെ ആ പാർട്ടിയുടെ ഒരു വിശദീകരണവും കേൾക്കുന്നില്ല. വിജയ് ഇപ്പോൾ എവിടെയാണ്? ചെന്നൈയിൽ എത്തിയിട്ടുണ്ടോ? അതോ ചെന്നൈക്ക് പുറപ്പെട്ടു പോയിട്ടുള്ളതാണ് ഒരു വിവരം ഇപ്പൊ കിട്ടിയിരിക്കണത്. ശരിക്കുമുള്ള ഒരു കാര്യങ്ങള് മനസ്സിലാക്കിയിട്ട് ഇത് എന്താ പറയാന്നുള്ളത് ചിലപ്പോ പറയാനുള്ള ഒരു എന്താ വെച്ചാൽ ഇപ്പൊ ഉള്ള ഒരു രീതി നോക്കുമ്പോൾ നമുക്ക് ജനങ്ങള് എല്ലാം ഒരു ഭയങ്കര വിഷമത്തിലും ഒരു എന്താ പറഞ്ഞ ഒരു അതിർച്ചയായിട്ടുള്ള ഒരു സംഭവമായിട്ടാണ് എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് ഇവരുടെ പ്രതികരണം എങ്ങനെ ജനങ്ങളെ ഏറ്റെടുക്കുന്നുള്ള ഒരു ഇതുകൂടി ഉണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എന്തായാലും അവരുടെ ഒരു ഇത് വേഗത്തിൽ ഉണ്ടാവും. ഇപ്പോഴുള്ള ഒരു സ്ഥിതിയിൽ ജനങ്ങൾക്ക് ഒരു മാനസികമായിട്ടൊരു ഇതിലുള്ള സമയത്ത് ഇവരെന്താ പറയുക, അത് പറഞ്ഞാൽ അവർ എങ്ങനെയാണ് ഉൾക്കൊള്ളുക എന്നുള്ള ഒരു സംശയം ഉണ്ടാവാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോ വിജയ് വന്നിട്ട് അവിടെ നിന്ന് പുറപ്പെട്ട് ചെന്നൈക്ക് പുറപ്പെട്ടു വന്നു എന്നുള്ള ഒരു മെസ്സേജാണ് ഇപ്പൊ കിട്ടിയത്. അതാണ് ആ ദൃശ്യങ്ങളാണ് നമ്മൾ നൽകുന്നുണ്ട്. ശ്രീ സന്തോഷ്, അദ്ദേഹം ട്രിച്ചി എയർപോർട്ടിൽ നിന്ന് ചെന്നൈയിലേക്ക് ഒരു ചാർട്ടേഡ് ഫ്ലൈറ്റിൽ പോയി എന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹം മാധ്യമങ്ങളോടൊന്നും പ്രതികരിച്ചതായി ഇതുവരെ അത് സംബന്ധിച്ച വിവരങ്ങളൊന്നുമില്ല. അദ്ദേഹം ഇപ്പോൾ അവിടെ ചെന്നൈയിലേക്ക് മടങ്ങിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.